സുഹൃത്തുക്കളെ, അൺലെസ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് രണ്ട് വാക്യങ്ങളെ കമ്പൈൻ ചെയ്യുന്ന മെത്തേഡ് നമുക്ക് പഠിക്കാം. യു ഷുഡ് റിമൈൻഡ് ഹിം. നിങ്ങൾ അയാളെ ഓർമ്മിപ്പിക്കണം. റിമൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അതർവൈസ് അല്ലാത്ത പക്ഷം ഹി വിൽ ഫോർഗെറ്റ് ഇറ്റ്. അവനത് മറന്നു പോകും. അപ്പോൾ യു ഷുഡ് റിമൈൻഡ് ഹിം, അതർവൈസ് ഹി വിൽ ഫോർഗെറ്റ് ഇറ്റ്. നിങ്ങൾ അയാളെ ഓർമ്മിപ്പിക്കണം, അല്ലെങ്കിൽ അയാൾ മറന്നു പോകും. ഈ വാക്യങ്ങളെ കമ്പൈൻ യൂസിങ് അൺലെസ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യണം, യോജിപ്പിക്കണം. അൺലെസ് ഉപയോഗിച്ച് രണ്ട് വാക്യങ്ങളെ കമ്പൈൻ ചെയ്യുമ്പോൾ ആദ്യം അൺലെസ് എഴുതണം. അൺലെസ്, എന്നിട്ട് ആദ്യത്തെ വാക്യത്തിൽ ഷുഡ്, വുഡ് തുടങ്ങിയ വാക്കുകൾ ഉണ്ടെങ്കിൽ അവ മാറ്റണം. അവ മാറ്റിയിട്ട് ബാക്കി അതുപോലെ എഴുതണം. യു റിമൈൻഡ് ഹിം, ഇവിടെ ഷുഡിനെ മാറ്റണം. അത് കഴിഞ്ഞിട്ട് യു റിമൈൻഡ് ഹിം. അപ്പോൾ വാക്യം ഇങ്ങനെ വരും: അൺലെസ് യു റിമൈൻഡ് ഹിം, അൺലെസ് യു റിമൈൻഡ് ഹിം, കോമ. രണ്ടാമത്തെ വാക്യത്തിൽ അതർവൈസ് എന്ന വാക്ക് നമുക്ക് ആവശ്യമില്ല. അല്ലാത്ത പക്ഷം, അത് അൺലെസ് തന്നെ ആ വാക്കിന്റെ ധർമ്മം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതർവൈസ് മാറ്റിയിട്ട് ബാക്കി അതുപോലെ എഴുതണം. Unless you remind him, he will forget it. അപ്പോൾ വാക്യത്തിന്റെ അർത്ഥം എങ്ങനെയാണ്? Unless you remind him, he will forget it. നിങ്ങൾ അയാളെ ഓർമ്മിപ്പിച്ചില്ല എങ്കിൽ, ഇല്ല എങ്കിൽ എന്നാണ് അൺലെസിന്റെ അർത്ഥം. ഇല്ലെങ്കിൽ he will forget it, അയാൾ മറന്നു പോകും. താങ്കൾ അയാളെ ഓർമ്മപ്പെടുത്തിയില്ല എങ്കിൽ അയാൾ അത് മറന്നു പോകും. Unless you remind him, he will forget it. അപ്പോൾ അൺലെസിന്റെ ഉപയോഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.